ശ്രീ ഡേവിസ് ആണ് ചാലക്കുടിയിൽ നിന്ന്. ശ്രീ ഡേവിസ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാർ തുടങ്ങിയപ്പോൾ അവരെടുത്ത ഈ തീരുമാനത്തെ, നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് അവർ വിടുന്നത്, ആ തീരുമാനത്തെ കാണുന്നത്? ഞാൻ പറയുന്നത് 100-101% ശരിയായ ഒരു തീരുമാനമാണ്. കാരണം ഇപ്പോ പ്രതികരിക്കാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ ഒരു കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെങ്കിലും അതിൽ തെറ്റായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ വന്നിട്ടൊന്ന് കഴിഞ്ഞാൽ ഒരു ലാത്തി ചാർജൊക്കെ നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗൺമാന് അവർക്കൊക്കെ ഈ ലാത്തി എടുത്ത് വീശാനുള്ള എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതിനപ്പുറത്തേക്ക് വഴിയിൽ നിൽക്കുന്നവരെ പോയി തള്ളാൻ ഒരു അവകാശവും നിയമപരമായിട്ടില്ല. ഇല്ല. എനിക്ക് മുന്നേ സംസാരിച്ച ഒരു വ്യക്തി തിരിച്ച് അത് എന്താ പറയാ തിരിച്ച് വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആശാ വർക്കറുടെ ഇതിലേക്ക് കൊണ്ടിട്ടു. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ കേസിൽ വരുമ്പോഴെങ്കിൽ എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് അതിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? ആശാ വർക്കർമാര് 365-400 ദിവസങ്ങളോ സെക്രട്ടേറിയറ്റിന്റെ പടിക്ക് ചെന്ന് കിടന്ന് സമരം ചെയ്തിട്ട് ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നിട്ട് കുറഞ്ഞത് ഒരു 1000 രൂപയാണെങ്കിലും 2000 രൂപയാണെങ്കിലും കൊടുത്തതെന്ന് വെച്ചാൽ വളരെ 100% അത് ശരിയാണ്. അപ്പൊ അതൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷെ രക്ഷാപ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഗൺമാനും മറ്റുള്ളവർക്ക് വന്നിട്ട് പട്ടീനെ എന്നല്ല പേപ്പട്ടിനെ ഇട്ട് അടിക്കുമ്പോണം നിങ്ങളുടെ ടി വിയിൽ കാണിക്കുന്ന സീനുകളൊക്കെ നമ്മൾ മറ്റുള്ള ടി വികളിലും കണ്ടതാണ്. ആ സീനുകളൊക്കെ ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താ പറയാ നമ്മളൊരു വഴി പോണ പട്ടീനെ വരെ, നാൽക്കാലി പട്ടീനെ വരെ തല്ലിയാല് ഇപ്പോ വലിയ കേസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് കേസ് കൊടുത്താല് ആ ഒരു വില പോലും നമ്മുടെ മനുഷ്യൻ എന്ന ഒരു നിയമം ഇതിൽ വരുന്ന ഒരു പേരിന് ചൂടെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായ ഒരു വിഷയം. മനസ്സിലായോ? അപ്പൊ അതെന്നെങ്കില് ഗവൺമാനായാലും സിവിൽ പോലീസ് ആയാലും ഏത് ഇതായാലും അവർ ചെയ്തത് 100% തെറ്റാണ്. അതിനെതിരായിട്ട് അന്വേഷണം കൊണ്ടുവന്നിട്ട് കുറ്റക്കാരായ ഏത് ഹൈ ലെവലിലിരിക്കുന്ന ടീമുകളായാലും എന്താ പറയാ ജയിലിലടയ്ക്കാവുന്ന നിയമമുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിൽ തന്നെ അടയ്ക്കുക തന്നെ വേണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഡേവിസ് ആണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ ഡേവിസ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ നിലപാടിനെ കാണുന്നത്? ശ്രീ ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് അധികം കാര്യമൊന്നും പറയാനില്ല. ആ പ്രേമൻ ഏറെക്കുറെ അവിടെ ലാത്തി ചാർജ് നടത്തിയ പോലീസുകാരന്റെ ഒന്നിൽ സഹോദരനോ കൂട്ടുകാരനോ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇല്ല, പ്രേമൻ പിന്നീട് പറഞ്ഞു ആ കാര്യത്തിൽ വീഴ്ച വേറെ കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒരാൾ ഇച്ചിരി ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, അത് കുഴപ്പമില്ല. എന്നാലും പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ തെറ്റുകൾ തെറ്റായിട്ട് തന്നെ അംഗീകരിക്കുന്നു. അതേമാതിരി റഹീമ പറഞ്ഞതോ തന്നെ അവരുണ്ട് ഇവരുടെ സ്വന്തക്കാരെല്ലാം കാണും. പിന്നെ ഈ ലാത്തി ചാർജ് നടത്തി ഇവരെ ഈ 5-6 ഉദ്യോഗസ്ഥന്മാര് അതിനകത്ത് പുള്ളിയുടെ പിണറായിയുടെ ബോഡി ഗാർഡിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന്റെ ശമ്പളം മുഴുവൻ പുള്ളിയുടെ കൊടുക്കുകയും ചെയ്യില്ല. കൊടുത്ത ശമ്പളം എല്ലാം പിടിച്ചു മേടിക്കുകയും ചെയ്യണം. പറഞ്ഞു വിടുന്നതിന്റെ തലവൂസി ഇദ്ദേഹത്തിനിട്ട് 2-3 അടി അടിക്കുകയും ചെയ്യണം പരസ്യമായിട്ട്. അതേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്ത് അക്രമം കാണിച്ചതിന്റെ പേരിൽ അയാളെ അടിക്കുക എന്നുള്ളതല്ലോ, ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലുക എന്നുള്ള പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ്, അതല്ലല്ലോ നമ്മുടെ നീതി. അത് ശരിയല്ല. ഇതിപ്പോ പട്ടികളെ അടിക്കുന്ന മാതിരി കണ്ടില്ലേ നമ്മൾ അതെല്ലാം ശരിയാണ്. അതിന് പകരം നിങ്ങൾക്ക് ഇനി പിരിച്ചുവിടണമെന്നോ അയാളുടെ ശമ്പളം തിരിപ്പിക്കണമെന്നോ ശിക്ഷ കൊടുക്കണമെന്നോ ഒക്കെ പറയാം. പക്ഷെ നമ്മൾ മറ്റേ തല്ലണം എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, തീർച്ചയായിട്ടും അതിന്റെ വേദനയുടെ എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് അങ്ങനെ വികാരം ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെയും തല്ലണം എന്ന് പറയരുത്. അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ചില കാര്യങ്ങളെ കാണുമ്പോൾ ഒരു തല്ല് കൊടുക്കണം എന്നൊക്കെ മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷേ നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്. ആ സമൂഹത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. താങ്ക് യു. ശരി, ഓക്കെ, നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ നോക്കാം. കുറേയേറെ കമൻറ്റുകളുണ്ട്. അതല്ല,
കേരളത്തിൽ എത്ര പോലീസ് മർദ്ദനം അറിയാമെന്നൊക്കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഒന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനിയും നേതാക്കൾ അഹങ്കാരം കുറയ്ക്കാതെ രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. ദാസൻ ചേട്ടൻ കോൺഗ്രസ് സർക്കാർ സമരക്കാർക്കെതിരെ നടത്തിയ നരനായട്ടുകളൊന്നും ഓർമ്മയില്ലേ എന്ന് അജിത് കുമാർ ചോദിക്കുന്നു. ആ ദൃശ്യങ്ങളിലൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ യൂണിഫോം ഇല്ലാത്ത സെക്യൂരിറ്റിക്കാർ തല്ലുമ്പോൾ യൂണിഫോം ഇട്ട പോലീസുകാർ അതിനെ തടയാൻ ശ്രമിക്കുന്നത്. അത് ശരിയാണ്. ഈ പോലീസുകാരെന്ന് പറയുന്നവർ അവർ നിരന്തരം ഇത്തരം ഒരുപാട് സംഘർഷങ്ങളൊക്കെ കാണുന്നവരാണ്, നേരിടുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കരിങ്കൊടി കാണിച്ചെന്ന് വെച്ചാൽ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക, അല്ലാതെ കൂടിപ്പോയാൽ ലാത്തി കൊണ്ടടിക്കുന്നതിന് അപ്പുറത്തേക്ക് ആ തരത്തിൽ സാധാരണ മഹാഭൂരിപക്ഷം പോലീസുകാരും ഒന്നും ചെയ്യില്ല. അവർ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെയല്ല ഗൺമാന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവർ പോലീസുകാർക്കിടയിൽ തന്നെ സവിശേഷമായ ചില പ്രിവിലേജുകൾ അനുഭവിക്കുന്നവരാണ്. അവർ ചെയ്യുന്നത് പോലെ മറ്റവർ ചെയ്യില്ല. മറ്റവർക്കറിയാം നാളെയും അവർക്ക് ഈ സമരക്കാരെ KSUക്കാർ ചെയ്താലും SFIക്കാർ ചെയ്താലും ഇനി AVPക്കാരോ MSFകാരോ ചെയ്താലും അവരെല്ലാം നാളെയും കാണേണ്ടതല്ലേ. പിറവി സിനിമ കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അത് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ശരിയാണ് ശ്രീ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ മർദ്ദനം അടിയന്തരാവസ്ഥ കാലത്തിറക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാൾ തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ഒരാൾ തലപ്പത്തിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമായി അതിനെ ആളുകൾ കാണും, അത്രത്തോളം കാണും. ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ്. അവിടെ തിരിച്ചറിയണം എങ്ങനെയാണ് ഭരണകൂടം ക്രൂരമായി ആളുകളെ മർദ്ദിക്കുന്നതെന്നും തല്ലിച്ചതയ്ക്കുന്നതെന്നും. അവിടെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളിടത്താണ് മാന്യത, മര്യാദ, അല്ലെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ അവർ എന്ത് തെറ്റ് ചെയ്തു, നിങ്ങളായാലും കരിങ്കൊടി കാണിക്കില്ലേ, എന്നിട്ട് ന്യായീകരിക്കരുത് എന്നുള്ളത് സുനിൽകുമാർ പറഞ്ഞു. ജയകുമാർ പറഞ്ഞു സിനിമയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. സലീം VA പറയുന്നു, തല്ലിയ ഗൺമാനെ മുമ്പ് കേസിൽപ്പെട്ടപ്പോൾ ചെന്നിത്തല കേസ് ഒഴിവാക്കി കൊടുത്തുവെന്ന് കേൾക്കുന്നത് ശരിയാണോ? എങ്കിൽ അവർ ചെന്നിത്തലയുടെ ഗൺമാന്മാരായി മാറുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്ത ഇതുവരെയും കേട്ടിട്ടില്ല. ഈ ഗൺമാന്മാർ അങ്ങനെ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തുകളൊന്നും ഗൺമാന്മാരായി ഇരുന്നിട്ടുള്ളവരായി ഇതുവരെ നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇനി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഉരുട്ടിക്കൊല എന്നൊരു കലാപരിപാടി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ജയകുമാർ, നവീൻ ബാബു കേസ് അന്വേഷണത്തിന് വരുന്നുണ്ട് സഹോദര എന്ന് പറയുന്നു. സുനിമോള് നമസ്കാരമൊക്കെ പറയുന്നു. റഹീമയാണോ കല്ലെടുത്ത് കൊടുത്തതെന്ന് ജയകുമാർ ചോദിക്കുന്നു. നക്സൽ വർഗീസിനെ പോയിന്റ് ബ്ലാങ്കിൽ കോൺഗ്രസിൻ്റെ പോലീസ് വെടിവെച്ച ക്രൂരത ഓർമ്മയുണ്ടോ എന്ന് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ചരിത്രമൊക്കെ അദ്ദേഹം കുറേയേറെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻ്റെ നിങ്ങൾ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല, എന്താണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നതെന്നാണ് ശശിധരൻ പിള്ള ചോദിക്കുന്നത്. എനിക്കൊന്ന് റഹീമയോടാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ദിലീപ് കുമാർ പറയുന്നു, പിണറായി മുതൽ ശിവാസമേനൻ വരെ അടികൊണ്ട് നിയമസഭയിൽ വന്നത് താങ്കൾക്കറിയാമല്ലോ, അത് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തുവെന്ന് ദിലീപ് കുമാർ ചോദിക്കുന്നു. കോൺഗ്രസിനോടുള്ള മുഴുവൻ പ്രതികാരവും ആ അടിയിലുണ്ട്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തന്നെ വേണമെന്ന് ലീലാമ്മ പറയുന്നു. അജിത് കുമാർ മാറോള് പറയുന്നു, ഏത് സമരം നടത്തിയിട്ടാണ് രാജനെ ഉരുട്ടിക്കൊന്നത് എന്ന് ചോദിക്കുന്നു. ബംഗാളിൽ ഇടതു സർക്കാർ 56,000 പേരെ കൊന്നു, നിയമസഭയിൽ രേഖാമൂലം മന്ത്രി പറഞ്ഞതാണെന്ന് പറയുന്നു. അത് ഏത് മന്ത്രി ഏത് രേഖാമൂലമാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 56,000 പേരെ പോലീസുകാർ കൊന്നു എന്നുള്ളത് ഇനി ബംഗാൾ ഉണ്ടായ കാലം മുതലുള്ള കഥയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 200 ദിവസം തെരുവിൽ കിടന്ന് പ്രേമൻ്റെ ഒക്കെ അമ്മപെങ്ങന്മാരായിരുന്നു എന്നത് മറക്കണ്ട. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പിണറായിയെ ന്യായീകരിക്കരുത്, അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ സമരം നിർത്തിയേനെ എന്ന് പറയുന്നത് സുനിൽകുമാർ ആണ് പറയുന്നത്. എന്തായാലും കുറേയേറെ അഭിപ്രായങ്ങൾ ഇതിനോട് താഴെയിട്ട് വന്നിട്ടുണ്ട്. മാസപ്പടി കേസിൽ അന്വേഷണം വേണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം പിന്നെ പ്രമോദ് നാണു ഒരാളുടെ തന്നെ വീണ്ടും വരുന്നതാണ് വായിക്കാത്ത. ആരാണ് PV എന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് മനോജ് കുമാർ പറയുന്നു. കിരൺ സാറെ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കൂടെ കാണിക്കുക, ജനങ്ങൾ കാണട്ടെ എന്ന് പറയുന്നു. പെട്ടെന്ന് അതിനകത്ത് കിട്ടിയ വിഷ്വലുകൾ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിഷ്വലും നമ്മുടെ ലൈബ്രറിയിലുണ്ട്. എന്തായാലും എത്ര കൊണ്ടാലും കേട്ടാലും നന്നാവില്ല എന്നൊക്കെയാണ് ശശിധരൻ പിള്ള പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.